ഏറ്റവും രസകരമായ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത് കേട്ടിരുന്നു എങ്കിൽ CPM-ന് ഈ അധോഗതി വരില്ലായിരുന്നു എന്ന ഒരു CPI നേതാവ്, ഒരു മുൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരു മുൻ സംസ്ഥാന ചുമതലയുള്ള ഒരു വ്യക്തി പറയുകയാണ്. അതായത് CPI പറയുന്നത് CPM കേൾക്കണമായിരുന്നു എന്ന്. ഈ CPI-യും CPM-ഉം ഒക്കെ കേരളത്തിൽ ഉള്ളവർക്ക് മാത്രമേ അറിയൂ ഇങ്ങനെ പാർട്ടികൾ ഉണ്ട് എന്ന്. ഇവിടെ ഇരുന്നാൽ സംസ്ഥാന കമ്മിറ്റി, ഡൽഹിയിൽ പോയാൽ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും, ആകെ 5-6 പേരുണ്ട്, അല്ലെങ്കിൽ 4-7 പേരുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല, ഞങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തന്നില്ല, നിങ്ങൾക്ക് കഴിവും പ്രാപ്തിയും ഇല്ലാത്തത് കൊണ്ട്, നിങ്ങൾ വെറും ഷണ്ടന്മാരായതുകൊണ്ട് നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ CPM തരുന്നില്ല. മാത്രമല്ല CPM-ന് വേറെ ഉദ്ദേശങ്ങളുണ്ട്. PA മുഹമ്മദ് റിയാസിനെ പൊക്കിക്കൊണ്ടുവരണം, അയാളെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനേ പറ്റൂ, മുഖ്യമന്ത്രിയാക്കാനൊന്നും പറ്റില്ല. അപ്പം ആ രീതിയിലേക്ക് കൊണ്ടുവരണം. KN ബാലഗോപാൽ അവിടെ നിൽക്കുകയാണ്, അയാളെ ഇപ്പോൾ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ആ അവസ്ഥയിലാണ് പിണറായി വിജയൻ നിൽക്കുന്നത്. അതിനിടയ്ക്കാണ് CPI-യും ബിനോയ് വിശ്വവും PP സുനീറും ഒക്കെ ഓരോ പരിപാടിയുമായി എത്തുന്നത്. PP സുനീറിനെ എല്ലാവർക്കും അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. അയാൾ പല പ്രാവശ്യം തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ മത്സരിച്ച ഒരു സംസ്ഥാന നേതാവാണ് PP സുനീർ. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച് LDF-ൽ തർക്കം തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾക്കിടെ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രതികരണത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ രംഗത്ത് വന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണം എന്ന നിലപാടിൽ നിന്ന് CPI ഒരടി പോലും പിന്നോട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിപ്പോൾ ഇങ്ങനെ ബലം പിടിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അയ്യോ തമ്പ്ര എന്ത് വേണം എടുത്തോളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കും. അത്രയ്ക്ക് പേടിത്തൊണ്ടന്മാരാണ്, വാലും ചുരുട്ടി ഓടുന്നവരാണ് CPI-ക്കാർ എന്ന് അവർക്ക് തന്നെ അറിയാം. പ്രതിപക്ഷ ഉപനേതാവ് പദവി പിണറായി വിജയൻ ഏകപക്ഷീയമായി എടുക്കേണ്ട തീരുമാനമല്ലെന്നും മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. ഇവിടെ തോൽവി സംബന്ധിച്ച് മുന്നണിയിൽ യോഗം പോലും വിളിച്ചിട്ടില്ല. CPM പറയുന്നത് കേട്ട് വാലാട്ടി പട്ടികളെ പോലെ നിൽക്കാനല്ലാതെ CPI-ക്കാരെ കൊണ്ട്, ബിനോയ് വിശ്വത്തെ കൊണ്ട്, പന്യൻ രവീന്ദ്രനെ കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ MLA ആയ K രാജനെ കൊണ്ടോ P പ്രസാദിനെ കൊണ്ടോ ആരെ കൊണ്ടെങ്കിലും അതല്ലാതെ എന്തെങ്കിലും സാധിക്കുമോ? ഒന്നുമില്ല. പിണറായി പറഞ്ഞത് പാർട്ടി നിലപാടാണോ എന്ന് CPM വ്യക്തമാക്കണം. CPI പറഞ്ഞത് കേട്ടിരുന്നു എങ്കിൽ ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ ഈ ഗതി ഉണ്ടാവില്ലായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PM ശ്രീ അടക്കമുള്ള വിവിധ വിഷയങ്ങളിൽ CPI നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നും PP സുനീർ ചൂണ്ടിക്കാണിക്കുന്നു. പദവി അടഞ്ഞ അധ്യായമാണ് എന്നതായിരുന്നു പിണറായി വിജയന്റെ പ്രഖ്യാപനം. അതായത് പ്രതിപക്ഷ ഉപനേതാവ് പദവിക്കായി CPI വെള്ളം കോരേണ്ട, കാത്തിരിക്കേണ്ട, നിനക്കൊന്നും ഒരു മാങ്ങാത്തുലിയും കിട്ടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത്. അത് ഇപ്പം എന്തെങ്കിലും പ്രതികരിക്കണ്ടേ? ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് പൊക്കോളും. പക്ഷേ ആരെങ്കിലും ഒരാൾ പ്രതികരിക്കണ്ടേ? ബിനോയ് വിശ്വം ഒന്നും മിണ്ടിയതായി അറിവില്ല. പകരം ഇയാളെ കൊണ്ട്, PP സുനീറിനെ കൊണ്ട് പറയിക്കുന്നതായിരിക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ പറഞ്ഞിരുന്നു, എന്താണ്, പ്രതിപക്ഷ ഉപനേതാവ് പദവി പാർട്ടി എന്തിനാണ് വിട്ടുവീഴ്ച ചെയ്യുന്നത്? ഇതൊരു മുന്നണിയാണ്, ഇങ്ങനെയൊക്കെ പറയാനേ കഴിയൂ. പക്ഷെ കിട്ടില്ലല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ സമീപനം മുന്നണിക്കകത്തും പുറത്തും വേണം എന്നും അദ്ദേഹം പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് K രാജൻ MLA-യും വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി CPI-ൽ ഭിന്നസ്വരം ഉയർന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നിയമസഭാ സമ്മേളനം കഴിഞ്ഞിട്ടും ബജറ്റ് അവതരിപ്പിച്ചിട്ടും ഇതുവരെ LDF പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇന്നലെ കർമ്മ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒന്നിനും കഴിയില്ല. കിടന്നിങ്ങനെ ബഹളം വയ്ക്കാനല്ല, ഒന്നിനും കഴിയില്ല. ഒന്നും പിടിച്ച് വാങ്ങാനോ അല്ലെങ്കിൽ അധികാരം പറഞ്ഞ് നേടാനോ ഒന്നും കഴിയില്ല. ഇങ്ങനെ കിടന്ന് ബ്ലാ ബ്ലാ എന്ന് വെക്കാനല്ലാതെ CPI-ക്കാരെ കൊണ്ട് പണ്ടും കൊള്ളില്ല, ഇപ്പോഴും കൊള്ളില്ല, ഇനിയോട്ട് കൊള്ളാനും പോകുന്നില്ല. ആ അവസ്ഥയിലാണ്. പിന്നെ CPI പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ CPM-ന്, ഇടതുപക്ഷത്തിന് ഈ നിലപാട് വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കുറച്ച് കടുത്തു പോകും. എന്തായാലും തോറ്റ് അമ്പി തുന്നമ്പാടി ഒരു പരുവം നിൽക്കുകയാണ്. നിങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതൃ പദവി പോയിട്ട് നിങ്ങൾക്ക് ഈ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ, സാമൂഹ്യമായ ഒരു പദവിയും കിട്ടാൻ പോകുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട CPI നേതാക്കളെ, ബിനോയ് വിശ്വം സഖാവിനെ അടക്കം ഖേദപൂർവ്വം, സങ്കടപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു.